ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ പകൽക്കാലം ഈ സന്ധ്യാസമയത്ത് നമുക്ക് ദൈവസന്നിധിയിലേക്ക് അടുത്ത് ചെല്ലുവാൻ ദൈവം സഹായിച്ച കൃപകളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ അയർലൻഡിൽ ഇരുന്നുകൊണ്ടാണ് സംസാരിക്കുന്നത് കൊണ്ട് പലയിടത്തും പല സമയമായിരിക്കും. ഇന്ത്യയിൽ ഇപ്പോൾ 8 മണിയായിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടുത്തെ സമയ വ്യത്യാസമനുസരിച്ച് ഇവിടെ ഇപ്പം പകലാണ്, നല്ല വെളിച്ചമുള്ള സമയം. അവിടെ നാട്ടിൽ നല്ല ഇരുട്ടുള്ള സമയമാണ്. എങ്കിലും നമ്മളെല്ലാം ദൈവം ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. ഈ പ്രാർത്ഥനാ ധ്വനി എന്ന ഫേസ്ബുക്ക് അയർലൻഡ് പ്രാർത്ഥനാ ധ്വനി എന്ന ഫേസ്ബുക്ക് പേജിലൂടെ നമുക്ക് ഒരുമിച്ച് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ധ്യാനിപ്പാൻ ദൈവം അവസരം ഒരുക്കിയതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പ്രാർത്ഥനാ ധ്വനിയുടെ നേതൃത്വം വഹിക്കുന്നതായ പാസ്റ്റർ ബെൻസൺ ഡാനിയൽ, ഗുജറാത്ത് ജാംനഗറിൽ ദൈവവേലയിലായിരിക്കുന്ന പാസ്റ്റർ ബെൻസൺ ഡാനിയലിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ തന്നെ UK-യിലും അയർലൻഡിലും ഇതിന് നേതൃത്വം വഹിക്കുന്ന മറ്റ് ദൈവദാസന്മാരെയൊക്കെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അവരെയൊക്കെ ദൈവം ധാരാളമായ നന്മ കൊണ്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എനിക്കിങ്ങനെ അവസരം ഒരുക്കി തന്നതായ എല്ലാവരോടും ഞാൻ എൻ്റെ ദൈവനാമത്തിലുള്ള നന്ദി അറിയിക്കുന്നു. നമുക്ക് ഒരുമിച്ച് വചനത്തിൽ നിന്ന് ധ്യാനിച്ച് അനുഗ്രഹങ്ങളെ പ്രാപിച്ച് നമുക്ക് ഈ സന്ധ്യാസമയം നമ്മുടെ ദൈവസന്നിധി നമുക്ക് ചെലവഴിക്കാം. നമ്മൾ ഈ ദിവസങ്ങളായിട്ട് ചിന്തിച്ചു വരുന്നതായ വിഷയം എന്ന് പറയുന്നത് യഹോവയിൽ ആശ്രയിക്കുക, അല്ലെങ്കിൽ ട്രസ്റ്റ് ഇൻ ദ ലോർഡ് എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കിയാണല്ലോ നാം സംസാരിച്ചു വന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു വിഷയത്തെ തന്നെ സംസാരിക്കുവാൻ വേണ്ടി അല്പസമയം ആ വിഷയത്തിൽ നിന്ന് സംസാരിച്ച് 2-3 വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഈ സെക്ഷൻ അവസാനിപ്പിക്കുവാൻ വേണ്ടി ഞാൻ ദൈവസന്നിധിയിൽ ശരണപ്പെടുന്നു. അതിനായിട്ട് ഞാൻ ഇന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നതായ ദൈവത്തിൻ്റെ ദൈവവചനം എന്ന് പറയുന്നത് അത് സദൃശ്യവാക്യങ്ങൾ 3-ാം അധ്യായം അതിൻ്റെ 5-ഉം 6-ഉം വാക്യങ്ങളാണ്. പ്രോവർബ്സ് ചാപ്റ്റർ 3 വേഴ്സസ് 5 and 6 വാക്യങ്ങളാണ് ഞാൻ ഈ ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അത് ഇപ്രകാരമാണ്. ആ വാക്യങ്ങൾ ഞാൻ തന്നെ വായിക്കാം. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. ട്രസ്റ്റ് ഇൻ ദ ലോർഡ് വിത്ത് ഓൾ യുവർ ഹാർട്ട്. ഇപ്പോൾ ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ തൻ്റെ സദൃശ്യവാക്യങ്ങൾ എഴുതുമ്പോൾ അദ്ദേഹം ദൈവവചനത്തിലൂടെ അല്ലെങ്കിൽ തൻ്റെ സദൃശ്യവാക്യങ്ങളിലൂടെ നമ്മളോട് ഓർപ്പിക്കുന്ന ഒരു കാര്യമാണ് നാം പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക. പ്രിയ ദൈവമക്കളെ, നാം ദൈവവചനം ആദ്യം മുതൽ അതല്ലെങ്കിൽ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നാം പഠിച്ചു വരികയാണെങ്കിൽ നമുക്ക് അതിൽ കാണുവാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. യഹോവയിൽ ആശ്രയിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്, വളരെ ഊന്നി പറയുന്നതായ ഒരു സബ്ജക്റ്റ് നമുക്ക് ദൈവവചനത്തിൽ നിന്ന് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം യഹോവയിൽ എപ്പോഴും ആശ്രയിക്കണം എന്നാണ് യഹോവ ആഗ്രഹിക്കുന്നത്. ആ ഒരു കാര്യത്തെപ്പറ്റി നമുക്ക് ബൈബിളിൽ ഉടനീളം കാണുവാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ദൈവമക്കളെ, നമ്മൾ ഈ ഒരു സബ്ജക്റ്റിനെ പറ്റി വളരെ സാവകാശം വളരെ ഇരുന്ന് നമുക്ക് ചിന്തിക്കാം. നിങ്ങളായിരിക്കുന്നിടത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരേണ്ടതിന്, അവിടെ ദൈവത്തിൻ്റെ വചനത്താൽ നാം വിടുതൽ പ്രാപിക്കേണ്ടതിന്, അവിടെ ദൈവം നമ്മളെ അനുഗ്രഹിക്കേണ്ടതിന് നിങ്ങളെല്ലാവരും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുക. ദൈവം നമ്മളെയൊക്കെ അനുഗ്രഹിക്കും. ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കുവാൻ വേണ്ടി സാധിക്കും. നമ്മൾ ദൈവത്തിൻ്റെ വചനം ചിന്തിച്ചു വരുമ്പോൾ ഉൽപ്പത്തിയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ആദ്യ മാതാപിതാക്കളായ ആദമിനെ ഹവ്വായെയും ദൈവം സൃഷ്ടിച്ച് ഏദനിൽ ഒരു തോട്ടമുണ്ടാക്കി ആ തോട്ടത്തിലാക്കുന്ന സമയത്ത് സന്ധ്യസമയങ്ങളിൽ യഹോവയായ ദൈവം ഇറങ്ങി വന്ന് അവരോടുകൂടെ സംസാരിക്കുകയും അവരോടുകൂടെ ഇരിക്കുകയും അവരോടുകൂടെ സമയം ചെലവിട്ട് അവരോടുകൂടെ നടന്നതായ ഒരു യഹോവയെ നമുക്ക് കാണുവാൻ സാധിക്കും. അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് യഹോവയായ ദൈവം ആഗ്രഹിച്ചത് അവരെല്ലാ സമയത്തും ഏതു നേരത്തും യഹോവയിൽ തന്നെ ആശ്രയിക്കണം, യഹോവ തന്നെ ആശ്രയമായിരിക്കണമെന്നായിരുന്നു യഹോവയായ ദൈവം ആഗ്രഹിച്ചത്.
പ്രിയ ദൈവമക്കളെ, നമ്മളും ഇതുപോലെ തന്നെയാണ്. നമ്മളും ദൈവസന്നിധിയിൽ നാമും ആശ്രയിക്കാറുണ്ട്. നമ്മളും പലപ്പോഴും ദൈവത്തെ ആശ്രയിക്കാറുണ്ട്. എപ്പോഴാണ് നാം ദൈവത്തെ ആശ്രയിക്കുന്നത്? നമ്മൾ ദൈവത്തെ ആശ്രയിക്കുന്നത് നമ്മുടെ വിഷമഘട്ടങ്ങളിൽ, അല്ലെങ്കിൽ നമുക്ക് പ്രയാസങ്ങൾ നേരിടുമ്പോൾ നാം ഓടിച്ചെന്ന് ദൈവസന്നിധിയിലേക്ക് ചെല്ലും. അപ്പോൾ നാം ദൈവസന്നിധിയിലേക്ക് ചെന്നിട്ട് നമ്മൾ ഒരുപക്ഷെ 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന വെക്കും. നാം 3 ദിവസം അല്ലെങ്കിൽ കുറച്ച് ദിവസത്തെ ഉപവാസ പ്രാർത്ഥന വെക്കും. ദൈവദാസന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ പറയും, ദാസനെ എനിക്ക് വയ്യ, അല്ലെങ്കിൽ ഇന്ന വിഷമത്തിലൂടെ കടന്നു പോകും. അപ്പം നാം ദൈവസന്നിധിയിലേക്ക് ഓടിച്ചെന്ന് ദൈവത്തെ അഭയം പ്രാപിക്കും. പക്ഷേ നമ്മുടെ സുഖകരമായ അവസ്ഥകളിൽ, അല്ലെങ്കിൽ നമുക്കൊരു പ്രയാസമില്ലാത്ത അവസരങ്ങളിൽ നാം ദൈവത്തെ പൂർണ്ണമായിട്ട് ആശ്രയിക്കുന്നുണ്ടോ? നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നാം ദൈവത്തെ പൂർണ്ണമായി ഏതു സമയവും ആശ്രയിക്കുന്നുണ്ടോ എന്ന് നാം പലപ്പോഴും ഒന്ന് ചിന്തിക്കേണ്ട ആവശ്യമാണ്. കാരണം നാം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മുടെ പ്രയാസഘട്ടങ്ങളിൽ ഓടിച്ചെന്ന് ആത്മാർത്ഥതയോടുകൂടെ പ്രാർത്ഥിക്കുകയും ദൈവത്തെ നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നുകൊണ്ട് വിശ്വസിക്കുകയും ചെയ്യുന്ന അതേ സാഹചര്യം, അതേ ഇൻറ്റൻസിറ്റിയിൽ, അല്ലെങ്കിൽ അതേ തീവ്രതയിൽ തന്നെ നമുക്ക് ദൈവത്തെ നമ്മുടെ നല്ല സമയങ്ങളിൽ, നമ്മുടെ സുഖകരമായ അവസ്ഥയിൽ അതുപോലെ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുവാൻ സാധിക്കുന്നുണ്ടോ? ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ എല്ലാ സമയത്തും നാം ഏതു സമയത്തും യഹോവയിൽ തന്നെ ആശ്രയിക്കണമെന്നാണ് യഹോവ നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത്. നമുക്ക് ഈ ചിന്തിക്കുമ്പോൾ, ഈ യഹോവയിൽ ആശ്രയിക്കുമ്പോൾ എപ്പോൾ ദൈവത്തിൽ നാം ആശ്രയിക്കണം? ആര് ദൈവത്തിൽ ആശ്രയിക്കണം? എന്തുകൊണ്ട് ദൈവത്തിൽ നാം ആശ്രയിക്കണം എന്ന ചിന്തകൾ നമുക്ക് മുന്നോട്ട് വെച്ച് നമുക്കതിൽ നിന്ന് ചിന്തിക്കാം. യെശയ്യാവിൻ്റെ പ്രവചന പുസ്തകം അതിൻ്റെ 41 അധ്യായം, യെശയ്യാ പ്രവചനം 41 അധ്യായൻ്റെ 10 വാക്യം ഇപ്രകാരം പറയുന്നുണ്ട്: ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. യഹോവയായ ദൈവം ഇസ്രായേലിനോട് അരുളി ചെയ്തതായ പ്രവചനമാണ്. യെശയ്യാവിലൂടെ അരുളി ചെയ്തൊരു പ്രവചനമാണ്. ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. പ്രിയ ദൈവമക്കളെ, എപ്പോഴാണ് നാം ദൈവത്തെ ആശ്രയിക്കേണ്ടത്? നാം വിശ്വാസ ജീവിതത്തിൽ ആയിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം നാം മുന്നോട്ട് നയിക്കുമ്പോൾ നമുക്ക് എപ്പോഴാണ് ദൈവത്തിൽ ആശ്രയിക്കേണ്ടത്? അതിനാകെ ഒരേ ഒരു ആൻസർ മാത്രമേ ഉള്ളൂ: എപ്പോഴും ദൈവത്തിൽ ആശ്രയിക്കുക. അതിന് പ്രത്യേകിച്ച് സമയമൊന്നുമില്ല, അതിന് പ്രത്യേകിച്ച് ഡേറ്റൊന്നുമില്ല, അതിന് പ്രത്യേകിച്ച് മണിക്കൂറുകളൊന്നുമില്ല. നമ്മുടെ ഒരു ദിവസം ആരംഭിക്കുന്നത് മുതൽ അത് അവസാനിക്കുന്നത് വരെ യഹോവയിൽ ആശ്രയിക്കുവാനാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും യഹോവയിൽ ആശ്രയിക്കും. സങ്കീർത്തനങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. ദൈവം തന്നെ പറഞ്ഞ, നീ പൂർണ്ണ ഹൃദയത്തോട്, പൂർണ്ണ മനസ്സോട്, പൂർണ്ണ ആത്മാവോടുകൂടെ എന്നെ സ്നേഹിക്കുക. നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കുക എന്ന ആ സബ്ജക്റ്റിൽ നാം നോക്കുമ്പോൾ, നമുക്കതിൻ്റെ ആഴത്തിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഒരു ഫേംലി ട്രസ്റ്റ് ഇൻ ദ ലോർഡ്, അല്ലെങ്കിൽ ഫേംലി ബിലീവ് ഇൻ ദ ഗോഡ്. നമ്മൾ പൂർണ്ണമായിട്ടും യഹോവയിൽ ആശ്രയിക്കുക, അല്ലെങ്കിൽ പൂർണ്ണമായി യഹോവയിൽ വിശ്വസിക്കുക. അതാണ് ദൈവത്തിൽ ആശ്രയിക്കുക എന്ന് പറയുന്നത്. നമ്മളെന്താ പറയുക, സ്ട്രോങ് ആയിട്ട് ദൈവത്തിൽ വിശ്വസിക്കണം. നമുക്ക് പഴയ നിയമത്തിൽ നമുക്കതിൻ്റെ ഉദാഹരണം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു. അതുപോലെ തന്നെ എബ്രഹാമിനെ നമുക്ക് കാണുവാൻ സാധിക്കും. എബ്രഹാമിൻ്റെ എല്ലാ അവസ്ഥകളിലും അബ്രഹാം യഹോവയിൽ ആശ്രയിച്ച് മുന്നോട്ട് പോയ ഒരു മനുഷ്യനാണ്. തന്നെ അബ്രഹാം ഇസഹാക്കിനെ യാഗമർപ്പിക്കുവാൻ പോകുന്ന സമയത്ത് തൻ്റെ പ്രതികൂല സാഹചര്യങ്ങളായിരുന്നിട്ട് പോലും ഇസഹാക്ക് ചോദിക്കുന്നുണ്ട്, അപ്പ യാഗത്തിനുള്ള വിറകുണ്ട്,
യാഗത്തിനുള്ള തീയുണ്ട്, യാഗത്തിനുള്ള കത്തിയുണ്ട്. പക്ഷേ യാഗത്തിനുള്ള മൃഗം എവിടെ എന്ന് ചോദിക്കുമ്പോൾ തൻ്റെ മനസ്സിൽ അല്ലെങ്കിൽ തൻ്റെ ഹൃദയത്തിൽ വേദനയിലൂടെ കടന്നു പോകുന്ന ഉണ്ടെങ്കിൽ പോലും ആ പിതാവ് തൻ്റെ മകനായ ഇസഹാക്കിനോട് പറയുന്ന, മോനെ, യഹോവ കരുതിക്കൊള്ളു. കാരണം അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് അബ്രഹാം പൂർണ്ണമായിട്ട് യഹോവയിൽ വിശ്വസിക്കുകയും ആ വിശ്വാസം യഹോവയിൽ ആശ്രയിക്കുകയും ചെയ്തതുകൊണ്ട് അവൻ്റെ ഒരു പ്രത്യാശയുണ്ടായിരുന്നു. അബ്രഹാമിൻ്റെ ഒരു പ്രത്യാശയുണ്ടായിരുന്നു, എൻ്റെ മകന് വേണ്ടി അല്ലെങ്കിൽ എൻ്റെ മകന് പകരമായിട്ട് എനിക്ക് ഒരു ആട്ടിൻകുട്ടി അല്ലെങ്കിൽ എനിക്ക് വേണ്ടി ഒരു ആട്ടിൻകുട്ടിയെ ദൈവം കരുതിക്കൊള്ളും. അല്ലെങ്കിൽ ആ ചാരത്തിൽ നിന്ന് ഇസഹാക്കിനെ ഉളവാക്കുവാൻ യഹോവയ്ക്ക് കഴിയുമെന്ന് വിശ്വസിച്ച് പൂർണ്ണ വിശ്വാസത്തോടെ പൂർണ്ണ ആശ്രയത്തോടെ യഹോവയുടെ സന്നിധി യാഗമർപ്പിക്കാൻ പോയ ഒരു അബ്രഹാമിനെ നമുക്ക് കാണുവാൻ സാധിക്കും. നമുക്കറിയാം അതിൻ്റെ ബാക്കിയുള്ള സ്റ്റോറിയൊക്കെ നമുക്കറിയാം, നാം ബൈബിളിൽ വായിച്ചിട്ടുണ്ടല്ലോ, നമ്മളൊക്കെ പ്രസംഗം എന്തെങ്കിലും കേട്ടിട്ടുണ്ട്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ യഹോവയിൽ ആശ്രയിക്കുക അല്ലെങ്കിൽ ആശ്രയിച്ചിട്ട് യഹോവയിൽ ആശ്രയം വയ്ക്കാതെ പിന്മാറിപ്പോയ അനേകരെ നമുക്ക് ദൈവവചനത്തിൽ നിന്ന് കാണുവാൻ വേണ്ടി സാധിക്കും. യഹോവ തിരഞ്ഞെടുത്തതായ സ്വന്തം ജനമായ സ്വന്തം മക്കളായ ഇസ്രായേൽ ജനം ഇത്രയേറെ അനുഗ്രഹങ്ങൾ, ഇത്രയേറെ അത്ഭുതങ്ങൾ നേരിട്ട് കണ്ടതായ ഇസ്രായേൽ ജനം യഹോവയിൽ ആശ്രയം വയ്ക്കാതെ അവർ മാറിപ്പോയത് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നു. ആ ആശ്രയം വെക്കാതെ അവർ മാറിപ്പോകുന്ന സമയത്ത് യഹോവ അവരെ ശിക്ഷ വിധിക്കുന്നത് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. പ്രിയ മക്കളെ, യഹോവയിൽ നാം ആശ്രയം വെക്കുമ്പോൾ നമ്മുടെ പൂർണ്ണ ഹൃദയത്തോടെ നാം ദൈവസന്നദ്ധയിൽ ആശ്രയം വെച്ചാൽ ദൈവം നമുക്ക് വേണ്ടി കരുതുന്നവനാണ്. അവൻ നമുക്ക് വേണ്ടി കരുതുന്നവനാകിയാൽ നിങ്ങൾ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവാനാണ് പത്രോസ് നമുക്ക് വേണ്ടി നമ്മളോട് ദൈവവചനത്തിലൂടെ പറഞ്ഞത്. 1 പത്രോസ് അതിൻ്റെ 5-ാം അധ്യായം 7-ാമത്തെ വാക്യമാണ് ഞാൻ പറഞ്ഞത്. അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നവനാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളുവിൻ. പ്രിയ ദൈവമക്കളെ, നാം എപ്പോഴാണ് ദൈവസന്നിധിയിൽ അല്ലെങ്കിൽ ദൈവത്തെ ആശ്രയിക്കേണ്ടതെന്ന് നമുക്ക് ചിന്തിക്കുവാൻ സാധിച്ചു. നമ്മുടെ ഏത് നേരത്തും അതിനുകൊണ്ട് അതിധൈര്യമായി കൃപാസനത്തോട് അടുത്ത് ചെല്ലുവാൻ നമ്മളെ യോഗ്യനാക്കിയ ദൈവത്തിനെ ഏതു സമയവും നാം ദൈവത്തിനെ ആശ്രയിക്കുവാനാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഒരു പക്ഷേ ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നല്ല സമയങ്ങൾ, നമുക്ക് സന്തോഷമായിരിക്കുന്ന സമയങ്ങൾ, ഒരുപക്ഷെ നാം ദൈവത്തിന് പൂർണ്ണമായിട്ട് ആശ്രയിക്കുന്നുണ്ടോ? അതെയോ നമ്മുടെ ആവശ്യങ്ങൾ ഏറി വരുമ്പോൾ സമയത്ത് നാം ആദ്യം ദൈവത്തിൻ്റെ സന്നിധിയിലാണോ ചെല്ലുന്നത്, അതോ നാം മറ്റുള്ളവരുടെ മുമ്പിലാണോ ആദ്യം ചെല്ലുന്നത്? നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നാം ഒരു നിമിഷം നിന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തെ തന്നെ ഒന്ന് ശോധന ചെയ്യുന്നത് വളരെ നല്ലതാണ്. കാരണം യഹോവയിൽ ആശ്രയം വയ്ക്കുന്നുണ്ടോ നാം പൂർണ്ണമായിട്ട്? യഹോവയിൽ തന്നെ നാം പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ടോ? നാം ഇതിൽ നിന്നും ഈ ഒരു സമയത്ത് നമുക്ക് ഈ പൂർണ്ണമായിട്ട് ആശ്രയിക്കുവാൻ കഴിയുന്നുണ്ടോ എന്ന് നാം തന്നെ ദൈവസന്നിധിയിൽ ചിന്തിക്കേണ്ട സമയമാണ്. അതുകൊണ്ട് ആരാണ് ദൈവത്തെ ആശ്രയിക്കേണ്ടത്? എപ്പോൾ നാം ആശ്രയിക്കണം? എപ്പോഴും ആശ്രയിക്കണം. ഇനി ആരാണ് ദൈവത്തെ ആശ്രയിക്കേണ്ടത്? അത് സങ്കീർത്തനങ്ങൾ 9-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം ഞാൻ വായിക്കാം. സങ്കീർത്തനങ്ങൾ 9 അതിൻ്റെ 10-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. നിന്റെ നാമത്തെ അറിയുന്നവർ നിങ്ങൾ ആശ്രയിക്കും. യഹോവേ, നിന്നെ അന്വേഷിക്കുന്നവരെ നീ ഉപേക്ഷിക്കുകയില്ല. അപ്പോൾ ആരാണ് ദൈവത്തെ ആശ്രയിക്കേണ്ടത്? നിന്റെ നാമത്തെ അറിയുന്നവർ നിങ്ങൾ ആശ്രയിക്കും. അപ്പോൾ ആരാണ് ദൈവത്തെ ആശ്രയിക്കേണ്ടത്? യഹോവ അറിയുന്നവർ, അല്ലെങ്കിൽ യഹോവയുടെ നിന്റെ നാമത്തെ അറിയുന്നവർ നിങ്ങൾ ആശ്രയിക്കും. അതിൻ്റെ അർത്ഥം യഹോവയെ നിന്നിൽ ആശ്രയിക്കുന്ന അല്ലെങ്കിൽ നിന്നെ അന്വേഷിക്കുന്നവരെ നീ ഉപേക്ഷിക്കുകയില്ലല്ലോ. അപ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലായി, ആരാണ് ദൈവത്തെ ആശ്രയിക്കുന്നത്? പ്രിയ മക്കളെ, ദൈവത്തെ ആശ്രയിക്കുന്നത്
ദൈവത്തെ ആശ്രയിക്കുന്നതെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ നാമത്തെ അറിയുന്നവരാണ്. കൃപയാൽ ആ ദൈവത്തിൻ്റെ നാമത്തെ ധരിപ്പാൻ, ആ നാമത്തെ നമുക്ക് അറിയുവാൻ ദൈവം നമ്മളെ യോഗ്യരാക്കിയത് കൊണ്ട് നാം എന്ത് ചെയ്യണം? നാം ദൈവസന്നിധിയിൽ എപ്പോഴും ദൈവത്തെ ആശ്രയിക്കണം. ആ കൃപയാൽ ദൈവം നമ്മളെ ഇതിനു വേണ്ടി യോഗ്യരാക്കിയത് കൊണ്ട് നാം ദൈവത്തെ പൂർണ്ണമായി ആശ്രയിക്കുവാനാണ് ദൈവവചനം നമ്മളോട് അരുളി ചെയ്യുന്നത്. പ്രിയ ദൈവമക്കളെ, നമ്മൾ ദൈവത്തെ വിട്ട് അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ വിട്ട് നാം മാറിപ്പോകുന്നുണ്ടെങ്കിൽ, അല്ല നമ്മുടെ പ്രയാസഘട്ടങ്ങളിലോ അല്ലാത്ത ഘട്ടങ്ങളിലോ നാം ദൈവത്തോട് പിറുപിറുക്കുന്നുണ്ടെങ്കിൽ, ദൈവമക്കളെ ഒരു കാര്യം നാം മനസ്സിലാക്കുക, ദൈവം അതല്ല നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. യഹോവയിൽ തന്നെ ആശ്രയിക്കുവാനാണ് ദൈവം നമുക്ക് ആഗ്രഹിക്കുന്നത്. താൻ തെരഞ്ഞെടുത്തതായ ഇസ്രായേൽ ജനം തങ്ങൾ അന്നത്തെ ശമൂവേലിൻ്റെ അടുത്ത് ചെന്ന് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ജാതികളെപ്പോലെ ഒരു രാജാവിനെ വേണം. അതുവരെയും യഹോവയുടെ നേരിട്ട് യഹോവ നടത്തുകയും യഹോവ അരുളപ്പാടുകൾ നേരിട്ട് പ്രവാചകങ്ങളോട് നൽകി അതുപ്രകാരം ജനത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നതായ ഇസ്രായേൽ ജനം ശമൂവേലിനോട് പറയുന്നത്, ഞങ്ങൾക്ക് ജാതികളെ പോലെ ഒരു രാജാവിനെ വേണം. ശമൂവേൽ ഈ കാര്യം യഹോവയോട് അറിയിച്ചു. ശമൂവേൽ യഹോവയോട് അറിയിച്ചപ്പോൾ യഹോവയെ പറഞ്ഞൊരു കാര്യമുണ്ട്, ശമൂവേലെ, നീ എന്തിനാണ് ഭാരപ്പെടുന്നത്? അവൻ നിന്നെയല്ല തള്ളിക്കളഞ്ഞത്, അവരെ എന്നെയാണ് തള്ളിക്കളഞ്ഞത്. കാരണം ഞാൻ അവരുടെ ദൈവവും അവരെൻ്റെ ജനവുമായിരുന്നത് അവർക്ക് വേണ്ട എന്ന് വെച്ചിട്ട് അവരെന്നെയാണ് തള്ളിക്കളഞ്ഞത്. അതുകൊണ്ട് അവരുടെ ആഗ്രഹപ്രകാരം നീ അവർക്കൊരു രാജാവിനെ വായിച്ചു കൊടുക്കാൻ വേണ്ടി പറയുന്നുണ്ട്. പ്രിയമക്കളെ, എത്ര ദുഃഖകരമായ ഒരു അവസ്ഥയാണ് അത്. ദൈവത്തിന് എത്ര സങ്കടം വന്നതായ ഒരു അവസ്ഥയായിരിക്കും, ഹൃദയ വേദന വരുന്ന ഒരു അവസ്ഥയാണ്. കാരണം സ്വന്തം ജനം യഹോവയെ തള്ളിക്കളഞ്ഞിട്ട് ജാതികളെപ്പോലൊരു രാജാവിനെ വേണമെന്ന് ശമൂവേലിൻ്റെ അടുത്ത് എന്ന് പറയുമ്പോൾ യഹോവയായ ദൈവത്തെ മാറി അവർ ആശ്രയം വെക്കുവാൻ തുടങ്ങിയതിൻ്റെ ഹല്ലേലൂയ ലക്ഷണങ്ങളാണ് നാം കണ്ടുവരുന്നത്. നമുക്ക് അനേകം പ്രവാചകന്മാരെ പഴയ നിയമത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അവരൊക്കെ ദൈവസന്നിധിയിൽ നിന്ന് ആലോചന കേട്ടിട്ട് ഇസ്രായേൽ മക്കളോട് ആലോചന പറയുകയും ദൈവത്തെ തന്നെ ആശ്രയമാക്കിയിരിക്കുകയും ചെയ്യുന്നത് നമുക്ക് പഴയ നിയമത്തിൽ കാണുവാൻ വേണ്ടി സാധിക്കും. പക്ഷേ ബിലയാമെന്ന പ്രവാചകൻ ദൈവത്തിൻ്റെ പ്രവാചകൻ, ഇസ്രായേലിൻ്റെ പ്രവാചകനായിരുന്ന ബിലയാം പണം മോഹിച്ചിട്ട് അഹാബ് കൊടുത്തതായ രത്നങ്ങളും സ്വർണങ്ങളും കണ്ട് തൻ്റെ കണ്ണ് പണത്തിന്മേൽ ചെന്നപ്പോൾ, തൻ്റെ ആശ്രയം ദൈവത്തിൽ നിന്ന് മാറി പണത്തിലേക്ക് മാറിയപ്പോൾ ഇസ്രായേലിനെ മ്ലേച്ഛതയിലേക്ക് തള്ളിവിടുവാൻ ആഹാബിൻ്റെ ചെവിയിൽ മന്ത്രമോതിക്കൊടുത്തു. ഇസ്രായേലിനെ വശീകരിക്കത്തക്കവണ്ണം മന്ത്രമോതിക്കൊടുത്ത് അതിനെ ആ ഒരു ജനതയെ മുഴുവൻ മ്ലേച്ഛതയിലേക്ക് തള്ളിവിട്ട ഒരു ബിലയാം എന്ന പ്രവാചകനെ പറ്റി നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ ദർശനം മാറി. അദ്ദേഹം കഴിഞ്ഞ ദിവസം വരെ യഹോവയിൽ ആശ്രയിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം വരെയും യഹോവയുടെ അരുളപ്പാട് കേട്ടതായ മനുഷ്യൻ, ആ പ്രവചിക്കുവാൻ പോയി നിൽക്കുന്ന സമയം വരെയും അല്ലെങ്കിൽ ആ സമയം വരെയും യഹോവയായ ദൈവത്തിൻ്റെ അരുളപ്പാടുകളെ പറഞ്ഞതായ മനുഷ്യൻ നിമിഷങ്ങൾ കൊണ്ട് തൻ്റെ ദർശനം യഹോവയിൽ നിന്ന് മാറി താൻ സാമ്പത്തികമായ ദർശനത്തിലേക്ക് പോയുന്ന സമയത്ത് ഒരു കൂട്ടം ജനതയെ അല്ലെങ്കിൽ ദൈവം തിരഞ്ഞെടുത്ത മക്കളെ മ്ലേച്ഛതയിലേക്ക് തള്ളിയിടുവാൻ വേണ്ടി ആദ്യം മന്ത്രമോതി കൊടുത്ത ഒരു ബിലയാമിനെ നമുക്ക് കാണാം. പ്രിയ ദൈവമക്കളെ, ഈ പഴയ നിയമത്തിൽ നാം ഈ കാണുന്നതെല്ലാം ഒരു നിഴലായിട്ട് നിന്നതുകൊണ്ട് പുതിയ നിയമത്തിൽ നമ്മളോട് ദൈവം പറയുന്നൊരു കാര്യമുണ്ട്. പഴയ നിയമകാലത്ത് അവർ ദൈവത്തെ വിട്ട് മാറിപ്പോയതുകൊണ്ട്, യഹോവയിൽ ആശ്രയം വെക്കാതെ മാറി നിന്നതുകൊണ്ട്, യഹോവ അവരെ ശിക്ഷ വിധിച്ചതുകൊണ്ട് നാം ഒരു കാര്യം, ആ പഴയ നിയമം നമുക്കൊരു നിഴലായിട്ട് നിൽക്കുകയാണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞതായ സംഘങ്ങളെല്ലാം അല്ലെങ്കിൽ സാഹചര്യങ്ങളെല്ലാം നമ്മുടെ മുന്നിലൊരു നിഴലായി നിൽക്കുകയാണ്.
കാരണം ഒറ്റൊരു കാരണമേ ഉള്ളൂ, നാം ദൈവസന്നിധിയിൽ വിട്ട് മാറിപ്പോകരുത്. ദൈവത്തോടുള്ള ആശ്രയം വിട്ടിട്ട് നാം ദൈവസന്നിധിയിൽ നിന്ന് മാറിപ്പോകരുത്. കാരണം അതുകൊണ്ടാണ് ദൈവം നമ്മളോട് ഏതു സമയം അവനോട് അടുത്തു വരുവാൻ നമ്മളെ യോഗ്യരാക്കിയത്. ഇനി എന്തുകൊണ്ടാണ് നാം ദൈവത്തെ ആശ്രയിക്കേണ്ടത്? നാം എന്തുകൊണ്ടാണ് ദൈവത്തിൽ ആശ്രയിക്കേണ്ടത്? നാം ചിന്തിച്ചു, എപ്പോൾ ആശ്രയിക്കണം? ആരാശ്രയിക്കണം? അവൻ്റെ നാമത്തെ അറിയുന്നവർ നിങ്ങൾ ആശ്രയിക്കും. അവൻ്റെ നാമത്തെ അറിയുക എന്ന് പറഞ്ഞ് അവൻ്റെ നാമത്തിൽ നാം രക്ഷിക്കപ്പെട്ടു. യേശുക്രിസ്തു നമ്മളെ രക്ഷയിലേക്ക് നടത്തിയത് കൊണ്ട്, ആ നാമത്തിൽ നാം അറിയുന്നത് കൊണ്ട് നാം അവൻ്റെ ആശ്രയിക്കണം. പക്ഷെ നമുക്കൊരു ദൗത്യം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. നാം ഈ നാമം, യേശുവിൻ്റെ നാമം അറിയുന്നുണ്ടെങ്കിൽ, ഈ നാമം അറിയാത്ത അനേകരും നമ്മുടെ ചുറ്റുപാടുമുള്ളപ്പോൾ, നാം ഈ നാമം ധരിച്ചതുകൊണ്ട്, നാം ഈ നാമം കൃപയാൽ ധരിച്ചത് കൊണ്ട്, ഈ നാമത്തെ അറിയിക്കുവാൻ, ഈ യേശുവിനെ നമ്മളെ അറിയാത്തവരെ അറിയിക്കുവാൻ ദൈവം നമുക്ക് അവസരം തരുമ്പോൾ, നാം അവരുടെ മുന്നിൽ യഹോവയെ ഉയർത്തുവാൻ, ദൈവനാമത്തെ ഉയർത്തുവാൻ, അവരെ ദൈവത്തിൻ്റെ രക്ഷയിലേക്ക് നയിക്കുവാൻ, അവരെ വീണ്ടെടുപ്പിലേക്ക് നയിക്കുവാൻ ദൈവം നമ്മളിലൂടെ, നമ്മുടെ സാക്ഷ്യത്തിലൂടെ, നമ്മുടെ പ്രവർത്തനത്തിലൂടെ ദൈവം നമ്മളെ യോഗ്യരാക്കേണ്ടതിന്, ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ വിസ്തൃതിക്ക് വേണ്ടി നമ്മളെ ഉപയോഗിക്കേണ്ടതിന് നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ ആയിരിക്കാം. ഇനി എന്തുകൊണ്ട് നാം ദൈവത്തിൽ ആശ്രയിക്കണം? യെശയ്യാപ്രവചനം അതിൻ്റെ 26 അധ്യായം, 26 3-4 വാക്യങ്ങൾ. സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വച്ചിരിക്കുന്നത് കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. യഹോവയാം യാഹിൽ ശാശ്വതമായൊരു പാറയുള്ളതിനാൽ യഹോവയിൽ എന്നേക്കും ആശ്രയിപ്പിൻ. അപ്പോൾ എന്തുകൊണ്ട് നാം ദൈവസന്നിധിയിൽ ദൈവത്തെ ആശ്രയിക്കണം? അതിൻ്റെ യെശയ്യാവ് നമ്മളോട് പറയുന്നത്, യഹോവയാം യാഹിൽ ശാശ്വതമായൊരു പാറയുള്ളതിനാൽ യഹോവയിൽ എന്നേക്കും ആശ്രയിപ്പിൻ. പ്രിയദൈവമക്കളെ, നാം ഈ വചനം കേട്ടല്ലോ. യഹോവയാം യാഹിൽ ശാശ്വതമായൊരു പാറയുള്ളതിനാൽ യഹോവയിൽ എന്നേക്കും ആശ്രയിക്കണം. അവൻ നമ്മുടെ പാറയായിരിക്കുന്നത് കൊണ്ട്. നമുക്കറിയാം, പാറയുടെ പ്രത്യേകത നമുക്കറിയാം. അത് വളരെ ഉറച്ചതായ ഒരു കാര്യമാണ്. ഈ പാറയുടെ പ്രത്യേകത ഏറ്റവും കൂടുതൽ, ഒരു പാറ എന്നതിൻ്റെ ഏറ്റവും കൂടുതൽ നാം അതിൻ്റെ വാല്യൂ മനസ്സിലാക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാം ഒരു ചതുപ്പുള്ള നിലത്ത് നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ കാലുകൾ ആഴത്തിൽ താന്നു പോകുന്ന ഒരു നിലത്ത് നിൽക്കുമ്പോൾ, നമുക്ക് ഉറപ്പുള്ള ഒരു പാറമേൽ ചവിട്ടി രക്ഷപ്പെടാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അവിടെ ആ പാറയുടെ വില നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുന്നു. യെശയ്യാവ് തൻ്റെ പ്രവചനത്തിലൂടെ പ്രകാരമാണ് പറയുന്നത്, യാഹിൽ ശാശ്വതമായൊരു പാറയുള്ളതിനാൽ യഹോവയിൽ ആശ്രയിപ്പിൻ. കാരണമെന്ന് പറയുന്നത്, ഈ ലോകം പാപത്താൽ നിറഞ്ഞ് പാപത്തിൻ്റെ ചേറ്റുകുഴിയിൽ, അല്ലെങ്കിൽ പാപത്തിൻ്റെ കുഴിയിൽ കിടക്കുന്നതായ ജനങ്ങളാണ് ഈ ലോകത്തിലുള്ളത്. പക്ഷെ അതിൻ്റെ നടുവിൽ രക്ഷയെന്ന പാറയായി ഇറങ്ങി വന്ന് ആ രക്ഷപ്പെടുവാൻ വേണ്ടി ആ പാറയിൽ കയറി നിന്നാൽ, ആ ചതുപ്പിൽ താണു പോകാതെ നമുക്ക് ഉറപ്പുള്ളൊരു ഒരു സ്ഥലത്ത് എത്തുവാൻ, ഒരു ഉറപ്പുള്ള കാൽച്ചുവട് വെക്കുവാൻ ആ ശാശ്വതമായൊരു പാറയുള്ളത് കൊണ്ട് നാം ദൈവത്തിൽ ആശ്രയിപ്പാനാണ് ഹല്ലേലൂയ യെശയ്യാവ് നമ്മളോട് തൻ്റെ വചനത്തിലൂടെ പറയുന്നത്. അതുകൊണ്ട് എന്തുകൊണ്ട് നാം ദൈവത്തിൽ ആശ്രയിക്കണം? കാരണം അവൻ ശാശ്വതമായൊരു പാറയാണ്. അതുപോലെ തന്നെ യെശയ്യാവ് തൻ്റെ 12 അധ്യായം അതിൻ്റെ 2 വാക്യം ഇപ്രകാരം പറയുന്നു, ഇതാ ദൈവം എൻ്റെ രക്ഷ, യഹോവയായ യാഹ് എൻ്റെ ബലം, എൻ്റെ ഗീതവും ആയിരിക്കുന്നത് കൊണ്ട്, അവൻ എൻ്റെ രക്ഷയായി തീർന്നിരിക്കുന്നത് കൊണ്ടും ഞാൻ ഭയപ്പെടാതെ ആശ്രയിക്കും. അത് നാം ഈ ദൈവവചനം ഒന്ന് ആഴത്തിലൊന്ന് പഠിച്ചു നോക്കി. ഇതാ ദൈവം എൻ്റെ രക്ഷ,
യഹോവയായ യാഹ് എൻ്റെ ബലം, എൻ്റെ ഗീതവുമായിരിക്കുന്നത് കൊണ്ടും അവൻ എൻ്റെ രക്ഷയായി തീർന്നിരിക്കുന്നത് കൊണ്ടും ഞാൻ ഭയപ്പെടാതെ ആശ്രയിക്കും. പ്രിയ ദൈവമക്കളെ, നാം ആദ്യമായി ചിന്തിച്ചു എന്തിന് നാം ദൈവത്തിൽ ആശ്രയിക്കണം. അവൻ ശാശ്വതമായ ഒരു പാറയാണ് നാം ചിന്തിച്ചു. രണ്ടാമത് പറയുന്ന ഒരു കാര്യമുണ്ട്, യഹോവയായ യാഹ് എൻ്റെ ബലമാണ്, യഹോവയായ യാഹ് എൻ്റെ ഗീതമാണ്. അതുകൂടാതെ യഹോവയായ യാഹ് എൻ്റെ രക്ഷയായി തീർന്നിരിക്കുന്നത് കൊണ്ട് ഞാൻ ഭയപ്പെടാതെ യഹോവയിൽ ആശ്രയിക്കും. പ്രിയ ദൈവമക്കളെ, നമ്മുടെ രക്ഷയായി തീർന്നത് കൊണ്ട് നാം ഭയപ്പെടാതെ യഹോവയിൽ ആശ്രയിക്കും എന്നാണ് ഹല്ലേലൂയ ഈ പ്രവചന പുസ്തകത്തിലൂടെ നമുക്ക് കേൾക്കുവാൻ വേണ്ടി സാധിച്ചത്. ഹല്ലേലൂയ. അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് യഹോവയായ ദൈവം നമ്മുടെ ബലമാണ്. അവൻ നാം ഏത് സാഹചര്യങ്ങളിൽ എപ്പോഴെങ്കിലും നാം ബലഹീനരായിരിക്കുന്നുണ്ടെങ്കിൽ നാം അവിടെ യഹോവയായ ദൈവം നമ്മുടെ ബലമാണ്. ഏതെങ്കിലും സാഹചര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന സന്തോഷത്തിൻ്റെതായ പാട്ടുകൾ നിന്നുപോയിട്ടുണ്ടെങ്കിൽ യഹോവ നമ്മുടെ സംഗീതമാണ്, അല്ലെങ്കിൽ യഹോവ നമ്മുടെ ഗീതമാണ്, യഹോവയുടെ സ്തുതി നമ്മുടെ ഗീതമാണ്. അതുപോലെ തന്നെ തൻ്റെ സ്വന്തം പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ച് നമുക്ക് വേണ്ടി രക്ഷ സൗജന്യമായി നൽകി തന്ന തൻ്റെ സ്വന്തം പുത്രൻ്റെ രക്തത്താൽ, കാൽവരി മരണത്താൽ നമ്മളെ വീണ്ടെടുത്ത നമുക്ക് രക്ഷദാനമായി തന്നതായ തൻ്റെ എൻ്റെ രക്ഷയായി തീർന്നിരിക്കുന്നത് കൊണ്ടും ഞാൻ അവനെ ഭയപ്പെടാതെ ആശ്രയിക്കും. പ്രിയ ദൈവമക്കളെയും, നമുക്ക് ചുറ്റുമുള്ള സാഹചര്യങ്ങളെ നാം നോക്കിക്കഴിഞ്ഞാൽ പലരും ദൈവത്തിൻ്റെ അവരവരുടെ ദൈവങ്ങളുടെ സന്നിധിയിലേക്ക് അല്ലെങ്കിൽ അവരാകെ കടന്നു പോകുന്നത് പലപ്പോഴും ഭയപ്പാടോടു കൂടിയാണ്. പലരും പറയുന്നത് ദൈവത്തെ പ്രസാദിപ്പിച്ചില്ലെങ്കിൽ എൻ്റെ ദേവനെ പ്രസാദിപ്പിച്ചില്ലെങ്കിൽ ദേവൻ്റെ കോപം വരും, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശാപം ഞങ്ങളുടെ ജീവിതത്തിലുണ്ടാവും. പല ശാപങ്ങൾ അവർ പറയാൻ നമുക്ക് കേൾക്കുവാൻ വേണ്ടി സാധിക്കും. വളരെ ഭയപ്പാടോടുകൂടിയൊക്കെ ദൈവത്തിൻ്റെ അല്ലെങ്കിൽ അവരവരുടെ ദേവന്മാരുടെ ദേവതകളുടെ മുന്നിലേക്ക് അവർ കടന്നുപോയി വളരെ ഭയപ്പാടോടുകൂടി അവരെ ആശ്രയിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. പക്ഷേ യഹോവയായ ദൈവം പറയുന്നൊരു കാര്യമുണ്ട്, മോനെ അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഭയപ്പെടാതെ എന്നിൽ ആശ്രയിച്ചാൽ, ഞാൻ നിങ്ങളുടെ രക്ഷയായി തീർന്നത് കൊണ്ട് ഞാൻ ഭയപ്പെടാതെ നിങ്ങൾ എന്നിൽ ആശ്രയിച്ചാൽ, ഹല്ലേലൂയ, അവൻ നമ്മുടെ ബലമാണ്, അവൻ നമ്മുടെ ഗീതമാണ്, അവൻ നമ്മുടെ രക്ഷയാണ്. നമുക്ക് വേണ്ടി ഒരു വാസസ്ഥലം ഒരുക്കാൻ പോയിരിക്കുന്ന നമ്മുടെ അരുമനാഥനായ ക്രിസ്തു, ഹല്ലേലൂയ, അവൻ വേഗം വീണ്ടും വരുന്ന സമയത്ത് നമ്മളെയും എടുത്തുകൊള്ളപ്പെടും. ആ രക്ഷ നമുക്ക് അവിടെ ഹല്ലേലൂയ പ്രകടമാക്കി തീരുവാൻ, രക്ഷ അവിടെ തീരുന്ന ഹല്ലേലൂയ നമുക്ക് ക്രിസ്തുവിൽ ആയിരിക്കുന്നത് ഹല്ലേലൂയ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. പ്രിയമക്കളെ, നാം ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ എപ്പോൾ ദൈവസന്നിധിയിലേക്ക് നാം കടന്നു ചെല്ലണം, എപ്പോൾ നാം ദൈവത്തെ ആരാധിക്കണം, എപ്പോൾ നാം ദൈവത്തിൽ ആശ്രയിക്കണം, എങ്ങനെ ദൈവത്തിൽ ആശ്രയിക്കണം, എന്തുകൊണ്ട് നാം ദൈവത്തിൽ ആശ്രയിക്കണം, ഈ ചിന്തകളെ പറ്റി നാം കേൾക്കുവാൻ വേണ്ടി ഇടയായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നുകൊണ്ട് ഇപ്രകാരമാണ് പറയുന്നത്, ദൈവത്തിൽ ആശ്രയിക്കുന്നവർ എന്നേക്കും നിലനിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ ഇരിക്കും. അതുകൊണ്ട് ദൈവത്തിൽ നാം ആശ്രയിക്കുമ്പോൾ എന്നേക്കും നിലനിൽക്കുന്ന ഒരു സിയോൻ പർവ്വതം പോലെയാണ് നാം ദൈവത്തിൽ ആശ്രയിക്കുന്നത്. കാരണം ഒരു പർവ്വതം, ഹല്ലേലൂയ, സിയോൻ പർവ്വതം, ഹല്ലേലൂയ, അത് ഉയരം കൊണ്ട് മനോഹരമാണ്. അത് എല്ലാവർക്കും കാണുവാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ അത് ഹല്ലേലൂയ ഒരു പർവ്വതമായിരുന്നു, അതിൻ്റെതായ ഹല്ലേലൂയ പ്രത്യേകതകൾ നമുക്ക് കാണും. ഞാൻ അതിനെ പറ്റി കടന്ന് ചിന്തിക്കാൻ വേണ്ടി താല്പര്യപ്പെടുന്നില്ല. പക്ഷെ ദൈവത്തെ നാം ആശ്രയിക്കുന്നവർ എന്നേക്കും നിലനിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ ഇരിക്കുമെന്നാണ് വചനം നമ്മളോട് പറയുന്നത്. യിരെമ്യാവിൻ്റെ പുസ്തകം ഇതിൻ്റെ 17-ാം അധ്യായം 17-ന്റെ 7-ഉം 8-ഉം വാക്യങ്ങൾ ഇപ്രകാരമാണ് പറയുന്നത്, യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റിനരികെ വേരൂന്നിയിരിക്കുന്നതുമായ വൃക്ഷം പോലെയാകും. ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കുകയില്ല, അതിൻ്റെ ഇല പച്ചയായിരിക്കും. വരൾച്ചയുള്ള കാലത്തോളം വാട്ടം തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും.
യെരമ്യാവ് നമ്മളോട് പറയുന്നതാണ്, യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. പ്രിയതമക്കളെ നമുക്ക് കാണുവാൻ വേണ്ടി സാധിച്ചു. ബൈബിളിൽ നമുക്ക് അനേകം ഭാഗ്യവാന്മാരെ കാണുവാൻ സാധിക്കും. അതിലൊരു കൂട്ടരാണ്, അല്ലെങ്കിൽ അതിലൊന്നാണ് യഹോവ തന്നെ യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാൻ എന്നാണ് പറയുന്നത്. പ്രിയതമക്കൾ, അതുകൊണ്ട് നാം ഭാഗ്യവാന്മാരായതുകൊണ്ട് നാം യഹോവയിൽ തന്നെ ആശ്രയിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. നമുക്ക് വളരെ പരിചിതമായ ഒരു സ്റ്റോറി നമുക്കറിയാം. നിങ്ങൾക്ക് എത്ര പേര് കേട്ടിട്ടുണ്ടെന്ന് ഞാൻ ഓർക്കുന്നു, എന്നും വായിച്ചിട്ടുണ്ടാകും. അത് നമ്മുടെ പല വീടുകളിൽ, പ്രത്യേകിച്ച് നമ്മളുടെ ബുക്ക് സ്റ്റോളുകളിലൊക്കെ ആ സ്റ്റോറി, ചെറിയൊരു സ്റ്റോറി അത് ഫ്രെയിം ചെയ്ത് നമ്മളൊക്കെ വീടുകളിൽ വെച്ചിട്ടുണ്ടാകും, വായിച്ചിട്ടുണ്ടാകും. അത് ഇപ്രകാരമാണ് പറയുന്നത്. രണ്ടുപേര് നടക്കുകയാണ്. ഒരു മനുഷ്യൻ നടക്കുന്നു, തൻ്റെ കൂടെ ദൈവവും നടക്കുന്നു, യഹോവയായ ദൈവവും നടക്കുന്നുണ്ട്. ഇവർ രണ്ടുപേരും ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഇവർ രണ്ടുപേരുടെയും കാൽപാദങ്ങൾ ഈ ഭൂമിയിൽ നമുക്ക് അവർ നടന്നു പോകുന്നതിൻ്റെ പിന്നാമ്പുറങ്ങൾ കാണുവാൻ വേണ്ടി സാധിക്കും. അങ്ങനെ ഇവർ നല്ല വഴികളിലൂടെ എല്ലാം കടന്നു പോകുന്ന സമയത്ത് ഇവരുടെ രണ്ടുപേരുടെയും കാൽപാദങ്ങൾ കാണുന്നുണ്ട്. പക്ഷെ കുറച്ച് മുന്നോട്ട് ചെന്ന് കഴിയുമ്പോൾ ഇവർ പ്രയാസങ്ങളിലൂടെ കടന്നു പോകാൻ വേണ്ടി കല്ലും മുള്ളും നിറഞ്ഞതായ വഴിയിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് പിന്നോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരാളുടെ കാൽപാദങ്ങൾ മാത്രമേ കാണുവാൻ സാധിക്കുന്നുള്ളൂ. വീണ്ടും നല്ല സമയങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ നല്ല റോഡുകൾ വരുമ്പോൾ, യാത്ര വരുമ്പോൾ വീണ്ടും രണ്ട് കാൽപാദങ്ങൾ അല്ലെങ്കിൽ രണ്ടുപേരുടെയും കാൽപാദങ്ങൾ കാണുവാൻ സാധിക്കും. ഈ മനുഷ്യൻ വേദനയോടെ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, നല്ല സമയങ്ങളിലെല്ലാം നീ എൻ്റെ കൂടെ നടന്നു, പക്ഷേ കല്ലും മുള്ളും നിറഞ്ഞതായ വിഷമമായ ഘട്ടങ്ങൾ വരുമ്പോൾ നീ എന്നെ വിട്ടിട്ട് എന്ത് മാറിപ്പോയത്? ഞാൻ തനിയെ അതിലേക്കൂടെ നടക്കുന്നതോ എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു. അപ്പോൾ യഹോവയായ ദൈവം ആ മനുഷ്യനോട് പറഞ്ഞു, മോനെ, നീ തിരിഞ്ഞ് വളരെ സൂക്ഷിച്ച് ആ കാൽപാദങ്ങളൊന്ന് നോക്കി. ആ കാൽപാദങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കി. അത് നിന്റെ കാൽപാദമല്ല, അത് എൻ്റെ കാൽപാദമാണ്. ഈ വിഷമഘട്ടങ്ങളിലെല്ലാം ഞാനായിരുന്നു അതിലെ കൂടെ നടന്നുകൊണ്ടിരുന്നത്. പകരം നീ ആ സമയങ്ങളൊക്കെ നീ എൻ്റെ കരങ്ങളിലായിരുന്നു. പ്രിയ ദൈവമക്കളെ, നാം ഒരു കാര്യം മനസ്സിലാക്കണം. നാം ക്രിസ്ത്യ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ നാം പതറിപ്പോകാതെ യഹോവ നമ്മളെ കരങ്ങളിൽ വഹിക്കുമെന്നുള്ള പ്രത്യാശയോടുകൂടി നമുക്ക് മുന്നോട്ട് കടന്നു പോകാം. അതുകൊണ്ട് ഏതു സമയത്തും അതിധൈര്യത്തോടെ കൃപാസനത്തോടെ അടുത്തു ചേരുവാൻ ദൈവം നമ്മളെ യോഗ്യരാക്കിയത് കൊണ്ട് നാം വളരെ ഹല്ലേലൂയ ഭക്തിയോടുകൂടെ, വളരെ സ്നേഹത്തോടുകൂടെ, വളരെ ആത്മാർത്ഥതയോടുകൂടെ നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഒരു പാട്ടുകാരൻ ഇപ്രകാരമാണ് നമ്മളോട് പറഞ്ഞത്, മുൻപിലൊരു ചുവട് വയ്പാൻ മാത്രം ഇട കാണുന്നു ഞാൻ, ആയത് മതി എനിക്ക്, ബാക്കിയെല്ലാം ദൈവഹിതം. അതുകൊണ്ട് മുന്നിൽ ഒരു ചുവട് വയ്ക്കുവാൻ മാത്രമേ ഞാനൊരു ഇട കാണുന്നുള്ളൂ, ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ ഹിതമാണ്. അതുപോലെ അടുത്ത ചുവട് അറിയാതെ മുന്നോട്ട് നയിക്കുവാൻ എന്ത് ആനന്ദമെന്നാണ് പാട്ടുകാരൻ പറയുന്നത്. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, നാം ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ദൈവം നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത് എന്ന് പറയുന്നത് നാം എപ്പോഴും യഹോവയിൽ ആശ്രയം വയ്ക്കുക എന്നുണ്ട്. നമ്മുടെ വിഷമഘട്ടങ്ങളിൽ നാം ദൈവത്തിൽ ആശ്രയം വയ്ക്കുക, നമ്മുടെ സന്തോഷഘട്ടങ്ങളിൽ നാം ആശ്രയം വയ്ക്കുക, നമ്മുടെ എല്ലാ സാഹചര്യങ്ങളിലും നാം ദൈവസന്നിധിയിൽ ആശ്രയം വയ്ക്കുക എന്നാണ് ദൈവം നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത്. അതുതന്നെയാണ് ദൈവത്തിൻ്റെ വചനം നമ്മളോട് അറിയിക്കുന്നത്. നമ്മൾ ഏത് സമയവും ദൈവത്തിൽ ആശ്രയം വയ്ക്കുക. ഏതു സമയം ദൈവം തന്നെ നമ്മുടെ ആശ്രയമായിരിക്കും. യഹോവയിൽ ആശ്രയം വയ്ക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ ആറ്റിരികത്തെ വൃക്ഷം പോലെ, ഫലം കായ്ക്കുന്നതായ വൃക്ഷം പോലെ, അവൻ്റെ ഇല വാടാത്തതായ വൃക്ഷം പോലെ ഇരിക്കും. അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് നമുക്ക് പ്രതികൂലം ഇല്ലെന്നല്ല, അതിൻ്റെ അർത്ഥമെന്ന് ഉഷ്ണമില്ലെന്നല്ല, അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് നാം പ്രതികൂലത്തിൽ കടന്നു പോകത്തില്ലെന്നല്ല. പക്ഷെ അതിൻ്റെയൊക്കെ നടുവിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കേണ്ട, ദൈവം നമ്മളെ താങ്ങി നടത്തുന്ന ദൈവത്തിൻ്റെ കരുതലിനെ ഓർത്ത്, ദൈവത്തിൻ്റെ കൃപകളെ ഓർത്ത് ഏത് സമയം അതിധൈര്യത്തോടെ നമുക്ക് കൃപാസനത്തിലേക്ക് അടുത്ത് ചെല്ലുക നമ്മളെ യോഗ്യരാക്കിയത് കൊണ്ട് നാം ദൈവസന്നിധിയിൽ എപ്പോഴും ആശ്രയിക്കുവാൻ ദൈവം നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നു. പ്രിയ ദൈവമക്കളെ, ഒരു
നമ്മുടെ മുന്നിലുള്ള ഒരു കടപ്പാട് എന്ന് പറയുന്നത് നാം എപ്പോഴും ദൈവസന്നിധിയിൽ ആശ്രയിക്കുമ്പോൾ നാം ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ പ്രിയജനങ്ങൾ ദൈവത്തിൽ അവർ ആശ്രയം വെക്കാതെ മറ്റ് ആശ്രയത്തിലൂടെ കടന്നു പോകുന്ന അവരുടെ നടുവിലേക്ക് ഇറങ്ങിച്ചെന്നിട്ട് അവരോട് പറയുക, അവരെ കൂടെ ഈ ഒരു സന്തോഷത്തിലേക്ക് നയിക്കുവാൻ ദൈവം നമുക്കൊരു ബാധ്യത നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയതമക്കളെ, നമ്മുടെ ഈ ഹല്ലേലൂയ ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ നമ്മുടെ ഈ വചനത്തിൻ്റെ ധ്യാനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നാം ദൈവസന്നിധി ചെലവഴിക്കുന്ന സമയം ഒക്കെയും പൂർണ്ണ ഹൃദയത്തോടെ നാം ദൈവസന്നിധിയിലേക്ക് അടുത്തിയല്ല. ദൈവം നമ്മളെ അതിനായി സഹായിക്കട്ടെ. അതിനുവേണ്ടി ദൈവം നമ്മളൊക്കെ ഒരുക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു ഈ വചനത്തിൻ്റെ കേൾവി കൊണ്ട് നമ്മളായിരിക്കുന്ന സ്ഥാനങ്ങളിലെല്ലാം ദൈവം നമ്മളോട് സംസാരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോടെല്ലാം ഇടപെട്ടതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് പൂർണ്ണമായി ദൈവസന്നിധിയിലേക്ക് അടുത്ത് ചെല്ലുവാൻ, ഈ ദിവസങ്ങളിൽ നമുക്ക് ദൈവസന്നിധിയിൽ പൂർണ്ണമായി ആശ്രയിക്കുവാൻ ദൈവം നമ്മളെ യോഗ്യരാക്കട്ടെ. അതിനുള്ളതായ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെ നമുക്ക് തരട്ടെ. അതിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ നാം ആയിത്തീരട്ടെ. അതിനായി നമ്മളെ തന്നെ ദൈവസന്നിധി നമുക്ക് സമർപ്പിക്കാം. അതിന് തന്നെ ദൈവസന്നിധി നമ്മളെ സമർപ്പിച്ചുകൊണ്ട് നാം ദൈവസന്നിധിയിൽ ആയിരിക്കാം. ഹല്ലേലൂയ. ദൈവസന്നിധി വിട്ട് ഓടിപ്പോയ അനേകരെ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അവരുടെയൊക്കെ ജീവിതത്തിൽ ഹല്ലേലൂയ പാളിച്ചകൾ വന്ന് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ നടുവിൽ ദൈവത്തെ മാത്രം കണ്ടുകൊണ്ട് ഇറങ്ങിത്തിരിച്ചതായ അനേകരെ നമുക്ക് ദൈവവചനത്തിൽ നിന്ന് കാണുവാൻ വേണ്ടി അതുപോലെ നമ്മുടെ ഹല്ലേലൂയ പൂർവ്വ പിതാക്കന്മാരെ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നു. അവരൊക്കെ ദൈവത്തിൽ ആശ്രയിച്ചത് കൊണ്ട് ഒരുപക്ഷെ നിന്ദ അനുഭവിച്ചിട്ടുണ്ടാവാം, വീടുകളിൽ നിന്ന് അവരെ ഇറക്കി വിട്ടിട്ടുണ്ടാവാം, ഒരുപക്ഷെ അവരെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തിയിട്ടുണ്ടാവാം, പല ഫംഗ്ഷനുകളിൽ അവരെ പങ്കെടുപ്പിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ അതിൻ്റെ നടുവിൽ ദൈവത്തെ മാത്രം ഉയർത്തിപ്പിടിച്ചതുകൊണ്ട്, ദൈവത്തിൽ മാത്രം ആശ്രയം വെച്ചതുകൊണ്ട്, ദൈവത്തിൽ മാത്രം വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്തതുകൊണ്ട് അവരുടെയൊക്കെ തലമുറകളെ ദൈവം അനുഗ്രഹിക്കുകയും അവരുടെയൊക്കെ തലമുറകളെ ദൈവം മാനിക്കുകയും ചെയ്തെന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. നാം ഓർക്കുക, പ്രിയന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് നാം ദൈവസന്നിധിയിൽ ആശ്രയിച്ച് നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ചുറ്റുപാടും നാം കണ്ണോടിച്ച് നോക്കിയാൽ ഈ ലക്ഷണങ്ങളിൽ ലോകത്തിൻ്റെ നടക്കുന്ന സംഭവങ്ങളെല്ലാം നമ്മുടെ പ്രിയ കർത്താവിൻ്റെ വരവിനായി നമുക്ക് അതിൻ്റെ ലക്ഷണങ്ങൾ, അതിൻ്റെ ഒരുക്കങ്ങൾ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. അതിൻ്റെ ഹല്ലേലൂയ. അതുകൊണ്ട് നാം നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയോട് നാം അടുത്ത് ചെന്നാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുകയും നമ്മളെ വിടുവിക്കുകയും ചെയ്യും. അതിലുപരി നമുക്ക് ഈ ലോകത്തിലുള്ള നന്മകളല്ല നമ്മുടെ ആവശ്യമെന്ന് പറയുന്നത്, ഈ ലോകത്തിലുള്ളതല്ല നമ്മുടെ ആവശ്യമെന്ന് പറയുന്നത്. നമുക്ക് വേണ്ടി സ്വർഗത്തിലൊന്ന് കരുതിയിട്ടുണ്ട്. നമുക്ക് വേണ്ടി സ്വർഗത്തിൽ ഒരു ഭവനം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അവിടെ നമുക്ക് പ്രതിഫലം തരുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസത്തിലേക്ക് ആ ദിവസത്തിനായി നാം നമ്മുടെ വിശ്വാസ ജീവിത പ്രത്യാശയോടെ ആ ദിവസത്തിനായി കാത്തിരിക്കുന്നത് കൊണ്ട് നാം ദൈവസന്നിധിയിൽ നാം അതിധൈര്യത്തോടെ കടന്ന് ദൈവസന്നിധിയിൽ നമ്മുടെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ നാം ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുവാൻ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുകയും സഹായം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്ക് കാണാം, പുതിയ നിയമത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, പത്രോസ് മുതൽ നമുക്ക് അപ്പുറത്തോട്ട് കാണുവാൻ സാധിക്കുന്നത്, പൗലോസ് കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടു പോയപ്പോൾ പൗലോസ് ഇപ്രകാരം പറയുന്നുണ്ട്, നിങ്ങളാരും ഭയപ്പെടേണ്ട. ഇന്നലെ രാത്രിയിൽ യഹോവയുടെ ഞാൻ സേവിച്ചു നിൽക്കുന്ന യഹോവയുടെ ദൂതൻ എന്നോട് പറയുന്നത്, നിങ്ങളിൽ ആരുടെയും ജീവന് ഹാനി സംഭവിക്കത്തില്ല. കപ്പൽ തകരും, പക്ഷെ നിങ്ങളുടെ ആരുടെയും ജീവന് ഹാനി സംഭവിക്കത്തില്ലെന്ന് ഇന്നലെ രാത്രി ദൈവത്തിൻ്റെ ദൂതൻ എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് പൗലോസ് വളരെ ശക്തമായിട്ട് അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത്, ഏതു സമയവും ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്നതായ മനുഷ്യനോട് ദൈവം എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞു കൊടുത്ത് വളരെ പരിഭ്രാന്തിയിലിരിക്കുന്ന ജനത്തോട് പറഞ്ഞു കൊടുക്കേണ്ടതിന് ദൈവം ആ രാത്രിയിൽ പൗലോസിനോട് ഇടപെട്ടതുപോലെ നാം ആ ഒരു സാഹചര്യം അങ്ങനെ ദൈവസന്നിധിയിൽ
തീവ്രതയോടുകൂടെ ദൈവസന്നിധിയോട് നാം അടുത്ത് ചെന്നാൽ, ദൈവത്തെ നാം ആശ്രയിച്ചാൽ, ദൈവം നമ്മളെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. ആയിരിക്കുന്ന സ്ഥാനങ്ങൾ നമ്മളെല്ലാം നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. ഹല്ലേലൂയ. ഒരു നിമിഷം നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട്, കർത്താവേ, കഴിഞ്ഞ നാളുകളിൽ എനിക്ക് അങ്ങേ പൂർണ്ണമായി ആശ്രയിക്കുവാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ദൈവത്തോട് ഹല്ലേലൂയ, നമുക്ക് നമ്മളെ തന്നെ ശോധന ചെയ്യാം. ഹല്ലേലൂയ. എങ്കിൽ ഹല്ലേലൂയ കർത്താവേ, എവിടെയൊക്കെ എനിക്ക് ഹല്ലേലൂയ അങ്ങയിൽ ആശ്രയിക്കാതിരിക്കേണ്ടി വന്നു, അല്ലെങ്കിൽ ഏതൊക്കെ സാഹചര്യം ഞാൻ അങ്ങയിൽ ആശ്രയിച്ചിട്ടില്ല, അല്ല എൻ്റെ വിഷമഘട്ടങ്ങളിൽ മാത്രം ഞാൻ അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വന്നു, എന്നെ പ്രാർത്ഥിക്കുവാൻ വേണ്ടി മാത്രം ഞാൻ അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വന്നിട്ടുണ്ടോ? ഹല്ലേലൂയ. ഞാൻ വിഷമഘട്ടങ്ങളിൽ കടന്നു പോയപ്പോൾ മാത്രമേ ഞാൻ അങ്ങയെ ആശ്രയിച്ചിട്ടുള്ളൂ. ഹല്ലേലൂയ. അല്ലെങ്കിൽ ആമേൻ, അങ്ങനെയുള്ള സാഹചര്യങ്ങൾ മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളതെങ്കിൽ, അതല്ല ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന എപ്പോഴും ദൈവസന്നിധിയോട് അടുത്ത് ചെല്ലുക, എപ്പോഴും അവനെ തന്നെ ആശ്രയിക്കുക. അതിനായി ദൈവം നമ്മളെ സഹായിക്കട്ടെ, അതിനുവേണ്ടി ദൈവം നമ്മളെ ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുടിക്കുന്ന നാം അല്പസമയം ഹല്ലേലൂയ 1-2 വിഷയങ്ങൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുവാൻ വേണ്ടി കടന്നു പോവുകയാണ്. ആ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിന് ശേഷം നമുക്ക് ഈ സെക്ഷൻ ഇവിടെ അവസാനിപ്പിക്കാം. പ്രിയതമക്കളെ, പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് തന്നെ ഞാനൊരു കാര്യം കൂടി നിങ്ങളോട് ഓർമ്മിപ്പിക്കുന്നു. ഹല്ലേലൂയ. നമ്മളെ തന്നെ ദൈവസന്നിധി സമർപ്പിച്ചുകൊണ്ട്, അപ്പാ, ഞാൻ അങ്ങയുടെ സന്നിധിയിലേക്ക് ഈ സമയം അടുത്തു വരുന്നു. അങ്ങേ പൂർണ്ണമായ പിൻപറ്റുവാൻ, അങ്ങേ പൂർണ്ണമായി ആശ്രയിക്കുവാൻ, അങ്ങനെ യോഗ്യരാക്കണമേ, അങ്ങനെ കൃപ നൽകണമേ എന്ന് നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നുകൊണ്ട് നമുക്ക് നമ്മുടെ ദൈവത്തോട് ഹല്ലേലൂയ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പലപ്പോഴും നാം മനുഷ്യരാണ്, പലപ്പോഴും നാം തെറ്റിപ്പോകുന്നതായ അവസ്ഥകളുണ്ട്. പക്ഷെ അതിൻ്റെയൊക്കെ നടുവിൽ പരിശുദ്ധ ആത്മാവിൻ്റെ കൃപ, ഹല്ലേലൂയ, ശക്തി നമുക്ക് ലഭിക്കേണ്ടതാണ്. ദൈവത്തിൽ ആശ്രയിക്കാനുള്ള കൃപ നമുക്ക് ലഭിക്കേണ്ടതാണ്. ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ ഹല്ലേലൂയ ദൈവത്തോട് നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അതിനായി ദൈവം നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. നിങ്ങളായിരുന്ന സ്ഥാനങ്ങളിൽ എവിടെ നിന്നൊക്കെയാണോ നിങ്ങൾ ജോയിൻ ചെയ്തത്, അവിടെയെല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യം, നിങ്ങൾ ഇരിക്കുന്നിടത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നത് ഹല്ലേലൂയ ഉള്ളത് കൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈവം നമ്മളോടൊക്കെ സംസാരിച്ചത് കൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഏത് സമയവും ഭയം കൂടാതെ അവൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുവാൻ നാം ദൈവസന്നിധിയിൽ അവൻ നമ്മളെ യോഗ്യരാക്കിയത് കൊണ്ട് നമുക്ക് ഹല്ലേലൂയ, നാം ദൈവത്തിൻ്റെ നാമത്തെ ധരിപ്പാൻ നമ്മളെ യോഗ്യരാക്കിയത് കൊണ്ട് ഹല്ലേലൂയ, നമുക്ക് ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലാം. അവൻ നമ്മുടെ സങ്കേതവും നമ്മുടെ കോട്ടയും നമ്മുടെ ബലവും നമ്മുടെ രക്ഷയുമായി തീർന്നത് കൊണ്ട്, അവൻ ശാശ്വതമായൊരു പാറയായി തീർന്നത് കൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ ആശ്രയിക്കാം. ദൈവം നമ്മളെയൊക്കെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. ആയിരിക്കുന്ന സ്ഥലത്ത് ഹല്ലേലൂയ നമ്മളായിരിക്കുമ്പോൾ 1-2 പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി നാം പ്രാർത്ഥിച്ച് ഇപ്പോൾ തന്നെ ഈ സെക്ഷൻ നമുക്ക് അവസാനിപ്പിക്കാം. പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഹല്ലേലൂയ 1-2 വിഷയം നാം പ്രാർത്ഥിക്കാൻ പോകുന്നത് തിരുവനന്തപുരം കാട്ടാക്കട സ്വദേശി സഹോദരി മല്ലിക. TB ഇൻഫെക്ഷനാൽ പ്രയാസപ്പെട്ട് 2 ആഴ്ചയായി ഹോസ്പിറ്റൽ അഡ്മിറ്റാണ്. പൂർണ്ണ വിടുതലായി പ്രത്യേക എല്ലാ ദൈവമക്കളും പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. പ്രിയ സഹോദരിയെ നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. മല്ലിക എന്ന തിരുവനന്തപുരംകാരി ആയ സഹോദരിയെ TB ഇൻഫെക്ഷനാൽ പ്രയാസപ്പെട്ട് ഹോസ്പിറ്റലിലായിരിക്കുന്നല്ലോ. നമ്മളെല്ലാം കണ്ണുകളെ ദൈവസന്നിധിയിൽ അടച്ച് നാം ആയിരിക്കുന്ന സ്ഥാനത്ത് ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. പ്രിയ സിസ്റ്ററിനെ, ആ സഹോദരിയെ നമുക്ക് ദൈവസന്നിധി സമർപ്പിക്കാം. മല്ലിക സിസ്റ്ററിനെ ദൈവസന്നിധിക്ക് സമർപ്പിക്കാം. കർത്താവേ, ഈ സമയം ഞങ്ങൾ കർത്താവെ പ്രിയ സഹോദരി മല്ലികയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ, TBയുടെ ഇൻഫെക്ഷനല്ല കർത്താവെ, ഹല്ലേലൂയ, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്നുവല്ലോ. കർത്താവെ, ഹല്ലേലൂയ, ദൈവമേ, ഞങ്ങൾ കർത്താവെ അങ്ങയുടെ വചനത്തിൽ വിശ്വസിക്കുന്നു. അങ്ങയുടെ വചനവിപ്രകാരം പറയുന്നു, അങ്ങയുടെ അടിപ്പിണരുകളാൽ നീ സൗഖ്യം നൽകിയിരിക്കുന്നു. അങ്ങയുടെ വചനം വെച്ച് സൗഖ്യമാക്കുന്ന ദൈവത്തിൻ്റെ കൃപയ്ക്കായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. കർത്താവെ, ഈ സമയം കർത്താവെ, ഹല്ലേലൂയ, സഹോദരിയെ അങ്ങ് പൂർണ്ണ സൗഖ്യമായിക്കണമേ, ആരോഗ്യം ബലവും കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കും. അതിലുപരി പ്രത്യാശ കൊടുക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ശരീരത്തിൽ ഹല്ലേലൂയ കർത്താവെ, ഹല്ലേലൂയ, ആ സൗഖ്യത്തിൻ്റെ ശക്തി അയക്കുന്നതിനാണ് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്ന. കർത്താവെ, ഹല്ലേലൂയ, 12 വർഷം കർത്താവെ രക്തസ്രാവക്കാരിയായ സ്ത്രീ,
കർത്താവെ അങ്ങയുടെ വസ്ത്രത്തിൻ്റെ തൊങ്ങല തൊട്ടപ്പോൾ കർത്താവെ ക്ഷണത്തിൽ അവൾ സൗഖ്യമാക്കിയെങ്കിൽ, കർത്താവെ സൗഖ്യമായെങ്കിൽ, കർത്താവെ ഈ സമയം ഞങ്ങൾ അങ്ങയുടെ ഞങ്ങളുടെ ദാസന്മാരായി ഞങ്ങൾ ഒരുമിച്ച് കർത്താവെ ഞങ്ങളുടെ ദൈവമക്കളായ ഞങ്ങൾ ഒരുമിച്ച് ഈ പ്രിയ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പിതാവേ ഹല്ലേലൂയ, അങ്ങയുടെ കരം തുടരണമേ കർത്താവെ, അങ്ങയുടെ മാണിപ്പഴുതേറ്റ കരം തൊട്ട് പൂർണ്ണ സൗഖ്യമയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളുടെ മേലും, ഏത് മേഖലകളിലാണോ കർത്താവെ, എല്ലാ ആവശ്യങ്ങളുടെ മേലും അവരുടെ ജീവിതത്തിൽ അങ്ങ് കൂടിയിരിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അങ്ങ് സൗഖ്യമായിരിക്കുന്നതിനാൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. പ്രാർത്ഥന കേടനായ അങ്ങേ വാഴ്ത്തുന്നു കർത്താവെ. ഹല്ലേലൂയ, മാനമൂത്വം എടുക്കണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. ഒരു പ്രാർത്ഥനാ വിഷയം കൂടെ ഉണ്ട്. ഹല്ലേലൂയ. റാന്നി കുന്നം ഷാരോൺ സഭാംഗമായ പുതുപ്പറമ്പിൽ ബ്രദർ ജോസഫിൻ്റെയും സിസ്റ്റർ ജോളിയുടെയും മകൾ 3 വയസ്സുള്ള അന്നാമോൾ കിഡ്നിയിൽ മുഴയായിട്ട് തിരുവനന്തപുരം RCCയിൽ മെയ് 11 ഒരു ഓപ്പറേഷൻ നടന്നിരുന്നു. ഇപ്പോൾ ഡിസ്ചാർജായി ഭവനത്തിലെത്തി 3 ആഴ്ച കൂടുമ്പോൾ ഓരോ കീമയ്ക്കായി ഹോസ്പിറ്റലിലേക്ക് കടന്നു പോകേണ്ടതായ ആവശ്യങ്ങളുണ്ട്. ആ ഒരു കുടുംബത്തിന് നന്ദി അറിയിച്ചിട്ടുണ്ട് അവരുടെ പ്രാർത്ഥനയ്ക്ക് നമ്മൾ പ്രാർത്ഥിച്ചതിന്. അതുപോലെ തന്നെ തുടർന്നും ആ കുഞ്ഞിന് വേണ്ടി, അന്നമോൾക്ക് വേണ്ടി വീണ്ടും നാം പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചിട്ടുമുണ്ട്. നമുക്കൊരു നിമിഷം ആ പ്രിയ കുഞ്ഞിനെ ദൈവസന്നിധി സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ ദൈവമേ, ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ നല്ല കുഞ്ഞിനെ അങ്ങയുടെ കരങ്ങളിൽ തന്ന് സമർപ്പിക്കുന്നു. അന്നമോൾ അങ്ങയുടെ കരങ്ങളിൽ തന്ന് സമർപ്പിക്കുന്നു. കർത്താവേ ഹല്ലേലൂയ. കർത്താവേ, അങ്ങ് ലോകത്തിലായിരുന്നപ്പോൾ കുഞ്ഞുങ്ങളെ എൻ്റെ അടുക്കൽ പിടിവീൻ, തടയരുതെന്ന് പറഞ്ഞ് അവരെ അങ്ങ് ഹല്ലേലൂയ അടുക്കൽ പിടിച്ച് അവരെ കർത്താവെ അനുഗ്രഹിച്ച് ഹല്ലേലൂയ അങ്ങ് അവരെ പറഞ്ഞയച്ച നല്ല ദൈവമേ, കർത്താവെ പ്രിയ കുഞ്ഞിനെ അങ്ങയുടെ കരങ്ങളിൽ തന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ദൈവമേ, ഈ ചെറുപ്രായത്തിൽ കർത്താവെ ഹല്ലേലൂയ ആ കുഞ്ഞിനെ അങ്ങ് വിടിവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ശരീരത്തിൽ അകറ്റുന്നതായ എല്ലാ രോഗബന്ധനങ്ങളിൽ നിന്നും, എല്ലാ രോഗത്തിൻ്റെ അവസ്ഥയിൽ നിന്നും പൂർണ്ണ വിടുതൽ പ്രിയ കുഞ്ഞിനെ കൊടുക്കണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആ ഭവനത്തെ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരെ മാനസികമായും ശാരീരികമായും ആത്മീയമായും സാമ്പത്തികമായും എല്ലാം ആ ഭവനത്തെ അങ്ങ് അനുഗ്രഹിക്കണമേ. കർത്താവെ, എല്ലാ നിരാശയിൽ നിന്നും ആ ഭവനത്തെ വിടിവിക്കണമേ. കർത്താവെ, എല്ലാ ഭയങ്ങളിൽ നിന്നും വിടിവിക്കണമേ. കർത്താവെ ഹല്ലേലൂയ, അവരുടെ മാനസിക ബുദ്ധിമുട്ടുകളിൽ നിന്ന് അവരെ വിടിവിക്കണമേ. കർത്താവെ, അങ്ങ് കർത്താവെ ഞങ്ങളുടെ ബലവും, കർത്താവെ ഞങ്ങളുടെ ഗീതവും, ഞങ്ങളുടെ രക്ഷയുമായി തീർന്നതുകൊണ്ട് കർത്താവെ ഹല്ലേലൂയ, ഞങ്ങളുടെ ബലത്തിൽ ഉറച്ച് കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവേ ഹല്ലേലൂയ. കർത്താവെ ദൈവമേ, ആ കുഞ്ഞിനെ അങ്ങ് പൂർണ്ണ സൗഖ്യത്തോടെ ഹല്ലേലൂയ അങ്ങ് വിടിവിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം അവരറിയേണ്ടതാണ്. ഹല്ലേലൂയ. ദൈവമേ, അങ്ങ് ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഹല്ലേലൂയ. 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 സൗഖ്യമാക്കുന്ന യഹോവയുടെ കരം നീട്ടണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി അങ്ങ് സ്തുതിക്കുന്നു. മാനവമൂത്വം അങ്ങെടുത്തിരിക്കായി സ്തോത്രം. സർവ്വദേശ ക്രിസ്തു മൂലം കൃപയുടെ കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. 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 ഇത്രയും സമയം ദൈവവചനത്തിൽ നിന്ന് ചിന്തിക്കുവാൻ ദൈവം നമ്മളെ യോഗ്യരാക്കിയല്ലോ. ആ ദൈവത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കൃപകളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇത് സമയം അനുവദിച്ചതെന്നായ പ്രിയ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ബെൻസൺ ഡാനിയൽ ഗുജറാത്തിലുള്ള പാസ്റ്റർക്കും മറ്റ് ഇതിൻ്റെ UK, അയർലൻഡ് പ്രാർത്ഥനാധ്വനിയുടെ മറ്റ് ദൈവദാസന്മാരെ എല്ലാം ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. ദൈവം നമ്മളെയൊക്കെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ എല്ലാ ആവശ്യങ്ങളോട് ദൈവം കൂടിയിരിക്കട്ടെ. ഹല്ലേലൂയ. ദൈവം നമ്മളെയൊക്കെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും വീണ്ടും ഞങ്ങളെ ഓർത്തും പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ.